ആദ്യ മത്സരത്തിലെ ത്രസിപ്പിക്കുന്ന ജയത്തിന് ശേഷം നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന അല്പസമയത്തിനകം രണ്ടാം മത്സരത്തിനിറങ്ങും. ഓസ്ട്രിയയാണ് മെസ്സിക്കും സംഘത്തിനും എതിരാളി. ഡാളസിലെ AT&T സ്റ്റേഡിയത്തിൽ 10:30-നാണ് മത്സരം. 10:30-നാണ് അർജന്റീന ഓസ്ട്രേലിയ മത്സരമെങ്കിലും പലയിടങ്ങളിലും വലിയ സ്ക്രീനിന് മുന്നിൽ മണിക്കൂറുകൾക്ക് മുൻപേ ഇടം പിടിച്ചിരിക്കുകയാണ് ആരാധകർ. മലപ്പുറം കട്ടുപ്പാറ വടക്കേക്കര ഷാഡോസ് FC ക്ലബിന്റെ ബിഗ് സ്ക്രീൻ ഷോയിൽ നിന്നും CV അനുമോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനുമോദ്, 10:30-നാണ് മത്സരമെങ്കിലും ആരാധകരൊക്കെ ഇപ്പോൾ തന്നെ വലിയ ആവേശത്തിലാണ്. പ്രത്യേകിച്ച് മലപ്പുറം എന്ന് പറയുമ്പോൾ നിരവധി ഫുട്ബോൾ ആരാധകരുള്ള ഒരിടം കൂടിയാണല്ലോ. ഫുട്ബോൾ ഹൃദയത്തിലേറ്റിയവരാണ് മലപ്പുറംകാർ. അതുകൊണ്ട് തന്നെ എത്ര രാത്രി വൈകിയാലും ഫുട്ബോൾ വേൾഡ് കപ്പിലെ ഓരോ മത്സരവും കാത്തിരുന്ന് ആഘോഷമായി കാണുകയാണ് മലപ്പുറത്തിന്റെ ഒരു ശൈലി. നമ്മളിപ്പോഴും അതുപോലെ തന്നെയുള്ളത് നമ്മൾ വടക്കേക്കര ഷാഡോസ് FC ക്ലബിന്റെ കൂടെയാണുള്ളത്. അവിടെ കളി കാണാനായിട്ട് പ്രത്യേക സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ വലിയൊരു ഫ്ലക്സാണ്. ഇതൊക്കെ ഈ FC ക്ലബിന്റെ വലിയൊരു ഫ്ലക്സ് കളി കാണാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ വലിയൊരു സ്ക്രീന്, ഇവര് ബിഗ് സ്ക്രീൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാണെങ്കിലും നമ്മളൊപ്പം ഈ ക്ലബിന്റെ ഭാരവാഹികളും ഇവിടുത്തേരൊക്കെ ചേരുന്നുണ്ട്. എന്താണ് കളിയുടെ ആവേശമാണ്. 2002 മുതൽ എല്ലാ വർഷവും വേൾഡ് കപ്പ് ലൈവ് സ്ട്രീമിംഗ് ഉണ്ടാവാറുണ്ട്. അപ്പോ കഴിഞ്ഞ വർഷം മുതൽ നമ്മള് പ്രൊജക്ടറിലേക്ക് മാറി, ബിഗ് സ്ക്രീനിലേക്ക് മാറി. 2006 മുതൽ നമ്മൾ 2006 മുതൽ എല്ലാ വർഷവും സ്ക്രീൻ പ്രദർശിപ്പിക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം 2022 മുതലാണ് നമ്മൾ പ്രൊജക്ടറിലേക്ക് മാറിയത്. ഓരോ വർഷവും കാലഘട്ടത്തിനനുസരിച്ചുള്ള അപ്ഡേഷൻ കൊണ്ടുവരാറുണ്ട്. കഴിഞ്ഞ വർഷം ഈ വർഷം നമ്മൾ ബിഗ് സ്ക്രീൻ ഒരുക്കി, ലൈവ് സ്ട്രീമിംഗ് ഒരുക്കി, വലിയ പന്തലും കാര്യങ്ങളൊക്കെ. കഴിഞ്ഞ വർഷവും ഈ വർഷവും നമ്മൾ വലിയ ഗാലറി, 10-60 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഗാലറി, അതിന് പുറമെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടാണ് കഴിഞ്ഞ വർഷവും ഈ വർഷവും ഏത് മഴയത്തും ഏത് വെയിലത്തും ഒരു ആവേശം ഒട്ടും ചോരാതെ ഷാഡോസ് ക്ലബ്ബ് ഈ വേൾഡ് കപ്പിന് അതിശക്തമായ വരവേൽപ്പാണ്. അതുപോലെ തന്നെ കറണ്ട് പോയാലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഇൻവെർട്ടറും എല്ലാ സംവിധാനത്തോടും കൂടി നമുക്ക് ഏത് സമയവും കളി കാണാൻ പറ്റുന്ന രീതിക്കാണ് ക്ലബ്ബ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എത്ര രൂപ മുടക്കേണ്ടി വന്നു? ഏകദേശം ഒരു 50,000 രൂപ അല്ല, നമ്മളെ ക്ലബിലുള്ള എല്ലാ വ്യക്തികളും കൂടി നമ്മള് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആൾക്കാരെന്ന് പറഞ്ഞാൽ പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കളാണ്. എല്ലാ കാര്യങ്ങൾക്കും പ്രവാസികള് നല്ല മികച്ച പിന്തുണ നൽകിക്കൊണ്ട് നാട്ടിലില്ലെങ്കിലും ആവശ്യത്തോടെ നമ്മളോട് ചേർന്ന് എല്ലാ കാര്യങ്ങൾക്കും നമ്മളൊപ്പം നിന്ന് സഹകരിച്ചിട്ടുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിഷയം. അടിപൊളി അടിപൊളി. ഇനിയിപ്പോ കളിയിലേക്ക് വരാം. നമ്മളെ യൂണിഫോം കണ്ടറിയാം ഏതാ ടീം? ജർമ്മനി ഇപ്രാവശ്യം കപ്പെടുക്കുകയാണെങ്കിൽ അത് ജർമ്മനി ആയിരിക്കും. കൂടുതലൊന്നും പറയല, ഇപ്രാവശ്യം ഞങ്ങളല്ലേ നോക്കും. കൂടുതലൊന്നും പറയല, ഇപ്രാവശ്യം ഞങ്ങളല്ലേ നോക്കും. ഇന്നും അടിക്കും, ഇന്നും അതേമാതിരി തന്നെ 2 അടിക്കും. 2 അടിക്കും. ആരടിച്ചാലും ജർമ്മനി കപ്പ് ജർമ്മനി എടുത്തിരിക്കും. തൊള്ളിപുളി മാത്രമല്ലോ. ഇതൊക്കെ ഇംഗ്ലണ്ടിന്റെ യുവ തുർക്കികളായിട്ടാണ് ട്യൂഷനും പിള്ളേരും വരുന്നത്. ഇപ്രാവശ്യം അത് ഇംഗ്ലണ്ട് അടിച്ചിരിക്കും. എത്ര ഗോൾ അടിച്ചാലും ഈ വർഷത്തെ വേൾഡ് കപ്പ് ബ്രസീൽ ഈ വർഷത്തെ വേൾഡ് കപ്പ് അടിക്കുകയാണെങ്കിൽ അത് ജർമ്മനി ആയിരിക്കും. അത് ഇതുവരെ ഒരു ടീം പോലും അടിക്കാതെ 7 ഗോൾ എന്നുള്ള സ്കോറിൽ ജർമ്മനി എത്തിക്കൊണ്ടെങ്കിൽ ജർമ്മനി തന്നെ ആയിരിക്കും ഇപ്രാവശ്യത്തെ കപ്പ്. ജർമ്മനി ഇപ്രാവശ്യം കപ്പ്. ഏറ്റവും കൂടുതൽ ആരാധകരുള്ള അർജന്റീനയുടെ ആരാധകരാണ്. അതുകൊണ്ട് ഞങ്ങൾ ഉറപ്പായിട്ടും ഏറ്റവും കൂടുതൽ ബ്രസീലാണ്. ഇതുവരെ നിങ്ങൾ കണ്ടത് കഥപ്പടം. ഇനി സീന് മാറും. ഇനി സുൽത്താന്റെ വിളയാട്ടം, നെയ്മറെ വിളയാട്ടം. മെസ്സി മാത്രം മതി കപ്പടിക്കാൻ. മെസ്സി കണ്ടടിക്കും.
വരും. നമ്മളടിക്കും പ്രാവശ്യം. ഒരു ക്ഷീണനുമില്ല. ഇതുപോലുള്ള പല പ്രതിസന്ധികളും ഞങ്ങൾ മുന്നിട്ടാണ്. ഞങ്ങൾ തിരിച്ചു വരും നല്ല ശക്തിയോടെ. പന്താരം കൊടുക്കാത്തത് വല്ലാത്ത പരാതിയാണല്ലോ. അതിപ്പോ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കഴിഞ്ഞ കൊല്ലം ഇതേപോലെ പറ്റിയതല്ലേ? കഴിഞ്ഞ തവണ ആ പ്രശ്നം പരിഹരിക്കും. അടുത്ത കളി നാളെ പരിഹരിക്കും. ടീം ശക്തമായി തിരിച്ചു വരും. ലോകകപ്പോടെ വിരമിക്കൂലേ? എന്താണെങ്കിലും എല്ലാ ടീമുകളുടെ ആരാധകരും ഇവിടെ ശക്തമായ ആഘോഷമാണ്, ആവേശമാണ്. ലോകകപ്പ് സത്യത്തിൽ അമേരിക്കയിലാണ് നടക്കുന്നതെങ്കിലും അതിന്റെ എല്ലാ ആവേശവും നമ്മളെ നാട്ടിലാണ് കാണാൻ കഴിയുക. ഞങ്ങൾ അർജന്റീന മൂത്ത കാരനോട് ഇവിടെ ഇരിക്കുന്നുണ്ട്. എവിടെ? എന്താ ഒഴിഞ്ഞിരിക്കണേ? എന്താ പറയാനൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ആവർത്തിച്ചു, ഇപ്രാവശ്യം ആവർത്തിക്കും. ഇപ്രാവശ്യം ഞങ്ങൾ തൂക്കും. 2 പ്രാവശ്യത്തെ ക്ഷീണം ഞങ്ങൾ ജർമ്മനി ഇപ്രാവശ്യം തീർക്കും. 7-1 ഇതുവരെ ലോകകപ്പിൽ ആരും അടിക്കാത്ത ഗോൾ അടിച്ച് 7-1 എന്നുള്ള ലെവലില് ജയിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം ജർമ്മനി കപ്പ് അടിച്ചിരിക്കും. അന്ന് നിങ്ങൾ വരണം ഇവിടെ. എന്താണെങ്കിലും അർജന്റീനയുടെ മത്സരം തുടങ്ങാൻ അല്പസമയം കൂടെ ബാക്കിയുള്ളൂ. പക്ഷേ ഇവിടെ എല്ലാ ടീമിന്റെ ആരാധകരുമുണ്ട്. വലിയ ആവേശത്തിലാണ് ഫുട്ബോളിന്റെ എത്ര വൈകിയാണെങ്കിലും ഈ കൂട്ടമൊക്കെ ഇവിടെ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം മത്സരം ആരംഭിക്കുന്നതോടെ നമുക്ക് ഇതിന്റെ ഒരു ആവേശം കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. എന്നാണെങ്കിലും കട്ടുപാറ ഷാഡോസ് ക്ലബ്ബ് അടിപൊളിയാണ്, സെറ്റാണ്. ഇനി മത്സരത്തിനായുള്ള കാത്തിരിപ്പിലാണ് അവിടെ ഫുട്ബോൾ ആരാധകരൊക്കെ തന്നെ. മലപ്പുറത്ത് നിന്ന് CV അനുമോദാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.